വേക്കൻസി ഫ്രഷ് ആയിട്ട് കഴിഞ്ഞ ലിസ്റ്റുകാർക്ക് കൊടുത്തത്. ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് അറിയില്ല ഇതുവരെ ആയിട്ടും. സമരം ആരംഭിച്ച ഇത്രനാൾ ആയിട്ടും പ്രതിപക്ഷ സംഘടനകൾ പോലും പിന്തുണ നൽകിയില്ലെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. ഈ ആഴ്ചയിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് സർക്കാർ ഉത്തരവ് വന്നാൽ മാത്രമേ ഇവരുടെ പ്രതീക്ഷയ്ക്ക് സാധ്യതയുള്ളൂ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. സമരപ്പന്തലിൽ വിഷു ആഘോഷിച്ച് ആശാപ്രവർത്തകർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരുക്കിയ വിഷുക്കണി കണ്ടുകൊണ്ടാണ് ആശാപ്രവർത്തകരും മേടം 1 വരവേറ്റത്. കണിയും സദ്യയും ഒരുക്കി വീട്ടിൽ ആഘോഷിക്കേണ്ട വിഷുദിനം സെക്രട്ടേറിയറ്റ് പടിക്കലായതിന്റെ നിരാശയുണ്ട് സമരക്കാർക്ക്. പതിവ് തെറ്റിയില്ല. പൊങ്കാലയും പെരുന്നാളും ആഘോഷിച്ചതുപോലെ ഈ വിഷുവും സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആഘോഷിച്ച് ആശാപ്രവർത്തകർ. സമരവേദിയിൽ കണി കാണാനുള്ള ഒരുക്കങ്ങൾ തയ്യാറായിരുന്നു. സ്വന്തം കുടുംബത്തെ വിട്ട് രാപ്പകൽ സമരം ചെയ്ത് 64-ാം ദിവസം എത്തുമ്പോൾ ഒരേ സങ്കടം പങ്കുവെക്കുന്നവർ ഒരു കുടുംബമാകുന്ന കാഴ്ചയും ഇവിടെ കാണാം. നന്മയുടെയും ആഘോഷത്തിന്റെയും ഈ വിഷുക്കാലത്ത് തങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാർ പരിഹരിക്കുമെന്ന പ്രാർത്ഥനയോടെയാണ് ആശമാർ വിഷു ആഘോഷിച്ചത്. വിഷു ആഘോഷവും സമരപ്പന്തലിലായി. ഇപ്രാവശ്യം വീട്ടിൽ ആഘോഷിക്കാൻ പറ്റിയില്ല. കൊച്ചുമക്കൾക്ക് കൈനീട്ടം കൊടുക്കാനും പറ്റിയില്ല. അതിൽ സങ്കടമുണ്ട്. പക്ഷെ ഇവിടെ നമ്മളെല്ലാ ആശമാരും നമ്മുടെ സമരത്തോടുകൂടി സഹകരിച്ച് ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നതിൽ സന്തോഷമുണ്ട്. പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്. ഈ പാവപ്പെട്ട ഞങ്ങളെ എത്രയും പെട്ടെന്ന് ഈ വിഷുവോടുകൂടി ഞങ്ങളെ വീടുകളിൽ പറഞ്ഞയക്കാനുള്ള സന്മനസ് കാണിക്കണം. സർക്കാർ ഇതെല്ലാം കണ്ടിട്ട് സർക്കാരിന്റെ കണ്ണൊന്ന് തുറന്നെങ്കിൽ മതി. അത് പ്രധാനമായിട്ട് മുഖ്യമന്ത്രി ഒന്ന് കണ്ണു തുറന്നാൽ മതി. ഒരു 5 നിമിഷം കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമുള്ളൂ. ഞങ്ങളിപ്പോൾ മിനിമം വേജസിന്റെ കൂടെ ഞങ്ങൾ ഒരു 100 രൂപയുടെ കൂടി ചോദിച്ചോളൂ. ബാക്കിയുള്ളത് ഘട്ടം ഘട്ടമായിട്ട് ഞങ്ങൾക്ക് ഉയർത്തി തന്നാൽ മതി. ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ അതുപോലും മുഖവിലേക്ക് എടുക്കാൻ അവർ കാര്യമാക്കിയിട്ടില്ല. മലയാളികൾ വിഷുസദ്യ ആസ്വദിക്കുമ്പോൾ നിരാഹാര സമരം ഇരിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം വിഷമവും നിരാശയും ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് ഞങ്ങളുടെ വിധിയാണ്. എന്ത് പറഞ്ഞു, ഞങ്ങൾക്ക് സെക്രട്ടേറിയറ്റിൽ ഇവിടെ വിഷു ആഘോഷിക്കാനാണ് ഞങ്ങളുടെ വിധി. ഞങ്ങളുടെ സർക്കാർ ഞങ്ങൾക്ക് നേടിത്തന്ന വിധിയാണത്. അത് എങ്ങനെയെങ്കിലും ആ വിധിയെ ഒന്ന് മാറ്റി സർക്കാർ തന്നെ എഴുതണം. എത്രയും വേഗം ഞങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളെ ഒത്തുതീർപ്പാക്കി ഈ സമരത്തിൽ നിന്ന് ഞങ്ങളെ പറഞ്ഞു വിടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. അതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മന്ത്രിയോട് പറയാനുള്ളത്. ഇനിയൊരു അനുനയം ഉണ്ടാകില്ലെന്ന് സർക്കാർ പറയുമ്പോഴും ആശ വെടിയാതെ സമരം തുടരുകയാണിവർ. സന്തോഷത്തോടെയും സമാധാനത്തോടെയും വീടുകളിൽ ആഘോഷിക്കേണ്ട വിശേഷ ദിനങ്ങൾ സമരപ്പന്തലിൽ പരിമിതമായി ഒതുക്കേണ്ടി വരുന്നു. അടുത്ത വിഷുദിനത്തിൽ അവകാശ പോരാട്ടത്തിന്റെ വിജയവാർഷികം ആഘോഷിക്കാൻ കഴിയുമോ എന്ന് ഒരു ഉറപ്പുമില്ലാതെ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് സർക്കാരിന് അലർജിയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ധാർഷ്ട്യം അവസാനിപ്പിച്ച് ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം. കേരളത്തിന്റെ പൊതുസമൂഹം ആവശ്യപ്പെട്ടിട്ടും